പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വേർതിരിച്ച് കാണാനാകാത്ത വിധം ഒരാത്മബന്ധമുണ്ട്. ജീവജാലങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വേണ്ടി പ്രകൃതി ഒരുക്കിയ പുണ്യമാണ് ഔഷധ സസ്യങ്ങൾ. പതിമൂന്ന് ഏക്കറിൽ വിസ്തൃതമായ ഈ ഔഷധത്തോട്ടം ശാന്തിഗിരിയുടെ സ്വപ്ന പദ്ധതിയാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ആരോഗ്യ മേഖലയുണ്ട്, ഒരു ആരോഗ്യ കൺസെപ്റ്റ് ഉണ്ട്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, കോളേജിൽ പഠിച്ചിട്ട് ഇറങ്ങിയ ഒരാളാണ്. പക്ഷേ അതിനുശേഷം ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൽ വന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അറിവുകൾ, അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മരുന്നുകൾ പണ്ടുള്ള ഋഷിമാർ ഈ ഔഷധങ്ങൾ കണ്ടെത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണങ്ങളിലൂടെയോ ഒന്നുമല്ല. അവരിത് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ചെടിയുടെ പ്രകാശം നോക്കിയിട്ടാണ്. ഓരോ ചെടികൾക്കും ഓരോ പ്രകാശമുണ്ടെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അന്നുള്ള ഋഷിമാർ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അവർ ഒരു ചെടിയെ കണ്ടിട്ട് അതിന്റെ പ്രകാശം നോക്കി അത് ആവശ്യമുള്ള ഒരാളിന്, ഒരു രോഗി വന്നാൽ ആ രോഗിക്ക് ഒരു ഓറയുണ്ട്, പല നിറത്തിലുള്ള ഓറകളുണ്ട്. ഓരോ രോഗത്തിനും ഓരോ തരം ഓറകളുണ്ട്. അങ്ങനെ വരുന്ന ഓറകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വസ്തുവിനെ അവർ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ചില ചെടികളാകും, ചിലപ്പോൾ ധാതു ലവണങ്ങളാകും, ചിലപ്പോൾ ഏതെങ്കിലും ജീവികളാകും. അതിലുള്ള പ്രകാശത്തെ എടുത്ത് ആ രോഗിയിൽ കൊടുത്ത് ആ രോഗം മാറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിലുണ്ടായിരുന്നത്. ഇന്ന് സിദ്ധയ്ക്കും ആയുർവേദ ചികിത്സയ്ക്കും ലോകമെമ്പാടും പ്രചാരം നേടുന്ന കാലമാണ്. അതിനനുസൃതമായി ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണവും പരിപാലനവും വേണ്ടവണ്ണം നടക്കുന്നുണ്ടോ എന്ന കാര്യം ആശങ്കയിലുമാണ്. ഇപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഒരുപാട് ഔഷധങ്ങൾ നമുക്ക് ഇല്ലാതായിട്ടുണ്ട്. പലപ്പോഴും രാജ്യത്തിൻ്റെ പുറത്തുനിന്നും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നുമൊക്കെ ഔഷധങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ ഔഷധങ്ങളൊന്നും പലപ്പോഴും ഇതിന് ആവശ്യമായ രീതിയിൽ അത് സഫീഷ്യൻ്റ് അല്ല. സ്വാഭാവിക വാസസ്ഥല നാശവും നഗരവൽക്കരണവും മൂലം പ്രകൃതിയുടെ വരദാനമായ ഔഷധ സസ്യങ്ങൾ പലതും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയും ചിലത് വംശനാശത്തിൻ്റെ ഭീഷണിയിലുമാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് കൂടിയാണ് ഔഷധത്തോട്ടം എന്ന ഗുരുസങ്കല്പത്തിന് സാക്ഷാത്കാരമായി ശാന്തിഗിരി 13 ഏക്കർ വിസ്തൃതിയിൽ ഔഷധ സസ്യങ്ങളെ സ്വാഭാവികമായി കൃഷി ചെയ്ത് സംരക്ഷിച്ചു പോരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാന്തിഗിരിയുടെ ഔഷധത്തോട്ടത്തിലാണ്. 13 ഏക്കറോളം വിസ്തൃതമായ വനസമാനമായ ഒരു അന്തരീക്ഷമുള്ള ഒരു ഔഷധത്തോട്ടമാണ്. ഇവിടെ പ്രകൃത്യാ വളരുന്ന ഔഷധ സസ്യങ്ങളോടൊപ്പം നമ്മൾ ആയുർവേദ സിദ്ധ ഔഷധ നിർമ്മാണത്തിനായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഔഷധ സസ്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും അധികമായിട്ടുള്ളത് പ്രകൃതിയായി മേഖലയിൽ കണ്ടുവരുന്ന ഔഷധ സസ്യങ്ങളാണ്. സഖ്യപർവ്വതത്തിൻ്റെ കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഔഷധ സസ്യങ്ങൾ പ്രകൃതിയായി ഇവിടെ വളർന്നു വരുന്നു. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ഇത് ചിറ്റരത്ത എന്ന സസ്യമാണ്. ഇതിൻ്റെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെട്ട സസ്യമാണ്. ഇതിൻ്റെ പൂവിനും ഇലയ്ക്കും എല്ലാം ഈ ഗുണങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ കിഴങ്ങിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. ആ കിഴങ്ങിൻ്റെ തൊലി ചീകി വെട്ടി ഉണക്കി നമ്മൾ പല ഔഷധങ്ങളിൽ, ആയുർവേദ സിദ്ധ ഔഷധങ്ങളിൽ ചേർക്കുന്നു. ഉദാഹരണമായി 1-2 ആയുർവേദ ഔഷധങ്ങൾ, മഹാരാസ്നാദി കഷായം, രാസ്നേരണ്ടാദി കഷായം, അതുപോലെ രാസ്നാദി ചൂർണം, ഇതുപോലെ നമുക്ക് സുപരിചിതമായ ഔഷധങ്ങളിൽ ചിറ്റരത്ത ചേർക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ കിഴങ്ങ് ഉണക്കിക്കഴിഞ്ഞ് പച്ചയായിട്ട് അരച്ച് തേൻ ചാലിച്ച് ഉള്ളിൽ സേവിച്ചാലും നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന കഫക്കെട്ട്, നെഞ്ചിലുണ്ടാകുന്ന കഫക്കെട്ട് ഇതിനൊക്കെ വളരെ ഉത്തമമാണ്. അതുകൂടാതെ കിഴങ്ങ് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ആവി കൊണ്ടാലും ഇതേ ഗുണം ലഭിക്കുന്നതാണ്.
ഈ 13 ഏക്കറോളം വിസ്തൃതമായ ശാന്തിഗിരിയുടെ ഔഷധത്തോട്ടത്തിൽ വളരെ സുലഭമായി കണ്ടുവരുന്ന മറ്റൊരു ഔഷധ സസ്യമാണ് ഈ പിന്നിൽ കാണുന്ന പുങ്ക് അല്ലെങ്കിൽ ഉങ്ങ് എന്ന് പറയുന്ന മരം. ഇത് ഏതാണ്ട് 25 മീറ്ററിന് മുകളിൽ പൊക്കം വയ്ക്കുന്ന മരമാണ്. അതിൻ്റെ ഒരു ചെറിയ തൈയാണ് നമ്മളിവിടെ പിന്നിൽ കാണുന്നത്. ഇതിൻ്റെ ഇല, പൂവ്, അതുപോലെ വിത്ത്, വേര്, മരത്തിൻ്റെ പട്ട ഇതെല്ലാം തന്നെ ഔഷധയോഗ്യമായിട്ടുള്ളവയാണ്. ഇവിടെ വളരെയധികം സുലഭമായിട്ട് ഈ മരം ലഭ്യമാണ്. നമ്മൾ ഇത് ആയുർവേദ സിദ്ധ ഔഷധ നിർമ്മാണത്തിൽ വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ തന്നെ ഈ മരത്തിൻ്റെ വിത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ അല്ലെങ്കിൽ പുങ്ക എണ്ണ എന്ന് പറയുന്ന എണ്ണയ്ക്ക് നമ്മുടെ തൊലിപ്പുറത്ത് രോഗത്തെ പടർത്തുന്ന രോഗാണുക്കളെ നശിപ്പിച്ചുകൊണ്ട് കരപ്പാൻ, പുണ്ണ് ഇതുപോലുള്ള രോഗങ്ങളെ മാറ്റുവാനുള്ള ശേഷി വളരെ സുപ്രധാനമാണ്. അതുപോലെ തന്നെ പുങ്കിൻ്റെ പട്ട ഉപയോഗിച്ച് നമ്മൾ ധാരാളം ഔഷധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഉദാഹരണമായി കരഞ്ച തൈലം. അതുപോലെ തന്നെ പുങ്കിൻ്റെ പട്ട ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സിദ്ധൌഷധമാണ് പുങ്ക തൈലം. അതുപോലെ കരപ്പാൻ തൈലം. ഇവിടെയെല്ലാം പുങ്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുക്കുന്ന അസംസ്കൃത വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഈ മരുന്നുകളെല്ലാം തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഈ വ്രണങ്ങൾക്കും, കടിവ്രണങ്ങൾ, പുണ്ണ്, കരപ്പാൻ ഇതുപോലുള്ള രോഗങ്ങൾക്കാണ് ധാരാളമായി ഉപയോഗിക്കുന്നത്. ശാന്തിഗിരിയുടെ ആയുർവേദ സിദ്ധ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ലോകവ്യാപകമായി ധാരാളം ഉപഭോക്താക്കളാണുള്ളത്. വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരത്തിലും ഔഷധ നിർമ്മിതിയിലെ പാരമ്പര്യ രീതികളും ശാന്തിഗിരി ആരോഗ്യരംഗത്ത് തിളക്കമാർന്ന പേര് നിലനിർത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധസസ്യത്തിൻ്റെ സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് ഇടംപിരി വലംപിരി എന്നാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ആ പേര് വരാൻ തന്നെ കാരണം അതിൻ്റെ കായാണ്. കാ കണ്ടു കഴിഞ്ഞാൽ 2 കാകൾ ഒരുമിച്ചൊരു ഞെട്ടിലാണ് ചെന്ന് ചേരുന്നത്. ആ 2 കായിൽ ഒന്ന് ഇടത്തോട്ടും മറ്റൊന്ന് വലത്തോട്ടുമാണ് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇടംപിരി വലംപിരി എന്ന പേര് വന്നിരിക്കുന്നത്. നമ്മുടെ ഭാരതീയ വൈദ്യശാസ്ത്രങ്ങൾ വിധിക്കുന്നത് പ്രകാരം ഒരു സസ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് സമാനമായിട്ടുള്ള രൂപമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ അവയവത്തിൻ്റെ രോഗത്തെ ചികിത്സിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ളതാകുന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇതിൻ്റെ കാ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കുടലിൻ്റെ സമാനമായിട്ടുള്ള ഒരു ആകൃതിയാണ് നമുക്ക് ഈ കായിൽ കാണാനാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതും കുടലിൻ്റെ രോഗങ്ങളെ സമപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. കുടലിലുണ്ടാകുന്ന കൃമി, അതുപോലെ വയറിളക്കം ഇതുപോലുള്ള രോഗങ്ങളെ സമപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇടംപിരി വലംപിരിയുടെ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യപ്രദായിനികളാണ്. തലമുറകളിലൂടെ അവ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും ബാധ്യസ്ഥരാണ് ഔഷധങ്ങളെയും ഔഷധ സസ്യങ്ങളെയും കുറിച്ച് ജ്ഞാനമുള്ളവർ. 13 ഏക്കറോളം വിസ്തൃതമായ ഈ പ്രദേശത്ത് ഔഷധികളെ കൂടാതെ ധാരാളം ജന്തുജാലങ്ങളെയും നമുക്ക് കാണാവുന്നതാണ്. അവ സ്വൈരവിഹാരം നടത്തുന്ന ഒരു പ്രദേശമായി ഇത് സംരക്ഷിതമായി നിലനിന്നു പോരുന്നു. വനവൽക്കരണത്തിൻ്റെ ഒരു നൂതന സമ്പ്രദായമാണ് മിയാവാക്കി മെത്തേഡ്. 1960 മുതൽ ജപ്പാനിൽ നടപ്പിലാക്കി വരുന്നൊരു പദ്ധതിയാണ് മിയാവാക്കി മെത്തേഡ്. അത് തദ്ദേശമായിട്ടുള്ള വ്യത്യസ്തമായ വെജിറ്റേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായകമാകുമെന്ന് അദ്ദേഹം തൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തുകയും 600ഓളം വ്യത്യസ്തമായ ലൊക്കേഷനുകളിൽ അത് ചെയ്ത് വിജയിപ്പിക്കുകയും ബയോഡൈവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് അത് ഗുണകരമായി വർത്തിക്കുകയും ചെയ്തതായിട്ടാണ് ഗവേഷണം തെളിയിക്കുന്നത്. നമ്മുടെ ആശ്രമത്തിൽ ചെയ്യുന്നത്
നമ്മൾ ഹെർബൽ പ്ലാന്റിന്റെ പ്രൊട്ടക്ഷനും അതിന്റെ വർധനവുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അശോകം, നെല്ലി, അതുപോലെ ആര്യവേപ്പ് എന്നിങ്ങനെ വ്യത്യസ്തമായ ഔഷധ വൃക്ഷങ്ങളെ ഒരേ സ്ഥലത്ത് തന്നെ പ്ലാന്റ് ചെയ്ത് അതിനെ സംരക്ഷിക്കുവാനാണ് ആശ്രമം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷം കൊണ്ട് 4 മീറ്റർ ഉയരത്തിൽ വളർച്ച വരികയും അടുത്ത 5 വർഷം കൊണ്ട് അത് 8 മീറ്ററായി വർദ്ധിക്കുകയും 25 വർഷം കൊണ്ട് 20 മീറ്ററായി അത് വളർന്ന് വലുതാകുകയും ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത, ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. പ്രത്യേകിച്ച് എല്ലാ വർഷാവർഷവും വളം ചെയ്യേണ്ട ആവശ്യമില്ല. വ്യത്യസ്തമായ ചെടികളുടെ ഇലകൾ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ തറയിൽ വീണ് അത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ വളമായി മാറും. മാറുകയാണ്.